ഈ ഗൂഗിൾ നമുക്ക് 15 GB സ്റ്റോറേജാണ് ഫ്രീ തരുന്നത്. പക്ഷേ ഇപ്പം അത് വേഗം അങ്ങ് ഫുള്ളായി പോകുന്നത്, പെട്ടെന്ന് അങ്ങ് ഫുള്ളായി പോവുക. ഇപ്പോൾ മുമ്പൊന്നും വാട്സപ്പിന് പ്രത്യേകം ബാക്കപ്പ് സ്റ്റോറേജ് വേണ്ടായിരുന്നു. വാട്സപ്പിൻ്റെ ബാക്കപ്പ് ഗൂഗിൾ ഡ്രൈവിലേക്ക് എടുക്കുമെങ്കിലും അതിന് സ്റ്റോറേജ് എടുക്കില്ലായിരുന്നു. എന്നാൽ ഇപ്പം വാട്സപ്പിൻ്റെ ബാക്കപ്പിന് ഗൂഗിൾ ഡ്രൈവിൽ പ്രത്യേകം സ്റ്റോറേജ് എടുക്കുന്നുണ്ട്. അത് നല്ലൊരു സ്റ്റോറേജ് തന്നെ വരുന്നുണ്ട്. അതൊക്കെ കൂടി അന്നേരം വേഗം അങ്ങ് ഫുള്ളായി പോവുക. അപ്പോൾ നമുക്ക് ഈ ഗൂഗിൾ സ്റ്റോറേജ് എളുപ്പത്തിൽ കാര്യമായിട്ടൊന്നും ഡിലേറ്റ് ചെയ്യാണ്ട്, നമുക്ക് അത്യാവശ്യമുള്ള ഒന്നും ഡിലേറ്റ് ചെയ്യാണ്ട് നല്ല രീതിയിൽ തന്നെ ഫ്രീ ആക്കി എടുക്കാൻ കഴിയുന്ന 2 മെത്തേഡാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്ത് വെക്കുക. നിങ്ങളെ ഗൂഗിൾ സ്റ്റോറേജ് ഫുള്ളാണെന്നുണ്ടെങ്കിൽ ഒരു 10 GB മേലൊക്കെ കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫ്രീ ആക്കിയിട്ടേക്കുക. വേറൊരു കാര്യമുണ്ട്, ഗൂഗിൾ സ്റ്റോറേജ് ഫുള്ളായി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമുള്ള മെയിലുകൾ വരികയില്ല, നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊന്നും ബാക്കപ്പ് എടുക്കാനാകുകയില്ല, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പം അതൊന്ന് ഫ്രീ ആക്കുക. അതിന് 2 മെത്തേഡാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ, നമ്മൾ ഗൂഗിളിൽ സേവ് ചെയ്ത ഫോട്ടോസ്, വീഡിയോസ് ഇതൊക്കെ ഒന്നും ഡിലേറ്റ് ചെയ്യാണ്ട് കംപ്രസ് ചെയ്തിട്ട് മാക്സിമം നമുക്ക് സ്റ്റോറേജ് ഫ്രീ ആക്കി എടുക്കാം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. അതുപോലെ തന്നെ ഒരുപാട് മെയിലുകൾ, സ്പാം മെയിലുകളും അല്ലാണ്ട് ഒരുപാട് മെയിലുകൾ വരും, ആവശ്യമില്ലാത്ത മെയിലുകൾ. അതൊക്കെ കളിയുക, ഒറ്റയടിക്ക് നമുക്ക് ഡിലേറ്റ് ആക്കുക. ഇതിപ്പോൾ ഓരോന്നോരോന്ന് ഇങ്ങനെ ഞെക്കി ഡിലേറ്റ് ആക്കുന്നതിന് പകരം ഒന്നിച്ച് ഡിലേറ്റ് ആക്കുക. അതും എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഗൂഗിൾ സേവ് ചെയ്ത ഫോട്ടോസ്, വീഡിയോസ് എങ്ങനെയാണെന്ന് ചെയ്യേണ്ടത് നോക്കുക. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിളിൽ ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഡാഷ്ബോർഡ് എന്ന് സെർച്ച് ചെയ്ത് ഡാഷ്ബോർഡ് എടുക്കുക. ഡാഷ്ബോർഡ് എന്ന് സെർച്ച് ചെയ്താൽ ഇവിടെ ഗൂഗിൾ ഡാഷ്ബോർഡ് എന്ന് വരും. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇവിടെ ഗൂഗിൾ ഫോട്ടോസ് കാണും. സൂം ചെയ്ത് കാണുന്നുണ്ടോ? ഗൂഗിൾ ഫോട്ടോസിൻ്റെ ഐക്കണോടെ കാണുന്നുണ്ടോ? അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ നമ്മൾ ഗൂഗിളിൽ സേവ് ചെയ്ത എല്ലാ ഫോട്ടോസൊക്കെ, വീഡിയോസൊക്കെ ഇവിടെ കാണും. വേറെ ആരല്ലോ പറയുന്ന കേട്ടിക്ക് ഗൂഗിൾ ഫോട്ടോസിന് ഡയറക്റ്റ് ഫോട്ടോ, വീഡിയോ ഒക്കെ ഡിലേറ്റ് ചെയ്യുന്നേരം ഗ്യാലറിയിലുള്ളതും കൂടിയും ഡിലേറ്റ് ആകുന്നത്. നിങ്ങൾ ഇങ്ങനെ ഗൂഗിൾ ഫോട്ടോസ് എടുത്തിട്ട് ഡിലേറ്റ് ചെയ്താൽ ഗൂഗിൾ ഫോട്ടോസിലുള്ളത് മാത്രം കേട്ടോ ഡിലേറ്റ് ആവും, ഗാലറിയിൽ നിന്ന് ഡിലേറ്റ് ആകില്ല. ഇനി എന്ത് ചെയ്യുക, ഈ സൈഡിൽ കുറേ ഐക്കണില്ലേ, അവിടെ മെനു ഉണ്ട്. ആ മെനുവിൽ ക്ലിക്ക് ചെയ്തിട്ട് മെനു എടുക്കുക. താഴെ ഭാഗത്ത് കാണുന്നുണ്ടല്ലേ, സ്റ്റോറേജ് കാണാം. ഈ സ്റ്റോറേജിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സ്റ്റോറേജ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കുറച്ച് താഴെ ഭാഗത്ത് റിക്കവർ സ്റ്റോറേജ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ലേൺ മോർ എന്നുണ്ടാവും, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒരു പോപ്പപ്പ് വരും. അതിൽ ഒരു ചെക്ക് ബോക്സ് ഉണ്ടാവും, അതിൽ ടിക്ക് കൊടുക്കുക. അതിനുശേഷം കംപ്രസ് എക്സിസ്റ്റിംഗ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എന്നുള്ള ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. വെയിറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ അത് പിന്നെ നിങ്ങളിത് തുറന്ന് വെക്കണമെന്നൊന്നുമില്ല, അത് ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ കംപ്രസ് ആയിക്കോളൂ. മാക്സിമം നമ്മളെ വീഡിയോ, ഫോട്ടോസും ഒക്കെ, നമ്മൾ സേവ് ചെയ്ത പ്രധാനപ്പെട്ട വീഡിയോസ്, ഫോട്ടോസും ഒക്കെ അതിൻ്റെ ക്വാളിറ്റി ഒട്ടും ലെവലേശം ക്വാളിറ്റി പോകാണ്ട് കംപ്രസ് ആയിട്ട് നമുക്ക് മാക്സിമം സ്റ്റോറേജ് ഫ്രീ ആക്കി തരും. സംഭവം തീർന്നിക്കാം. അപ്പോൾ ഗൂഗിൾ സ്റ്റോറേജിലെ ഈ ഫോട്ടോസും വീഡിയോസും കംപ്രസ് ചെയ്ത് ഫയൽ സൈസ് കുറയ്ക്കുന്നത് കൂടെ നമുക്ക് ഒരുപാട് സ്റ്റോറേജ് ഫ്രീ ആയി കിട്ടും. ഇനിയിപ്പം ജിമെയിലിൻ്റെ നമുക്ക് ഒരുപാട് മെയിൽ വരുന്നതല്ലേ, ജിമെയിൽ ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത മെയിലുകളാണെങ്കിൽ, ആവശ്യമില്ലാത്ത മെയിലുകളുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് മേലെ ഒരു ചെക്ക് ബോക്സ് ഉണ്ടാവും, സെലക്ട് ഓൾ കൊടുക്കുക. ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലിപ്പം കുറവായതുകൊണ്ട് 50 സെലക്ട് ആക്കിയുള്ളൂ. 50 അല്ല, 250 വരെ, ഒരുപാട് ആയിരക്കണക്കിന് മെയിലുകൾ നിങ്ങളെ ഇൻബോക്സിൽ ഉണ്ടെങ്കിൽ 250 വെച്ച് ഇങ്ങനെ നമുക്ക് ഡിലേറ്റ് കൊടുക്കാം. ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഡിലേറ്റ് കൊടുത്താൽ മതി. ഇതിപ്പോൾ എനിക്ക് ആവശ്യമുള്ളത് കൊണ്ട് ഡിലേറ്റ് ആക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നാന്ന്. ആവശ്യമില്ലാത്ത മെയിലുകൾ കൂടി അങ്ങ് ഡിലേറ്റ് ആക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മളെ ഗൂഗിൾ സ്റ്റോറേജ് ആ 15 GB മാക്സിമം നമുക്ക് ഫ്രീ ആക്കി എടുക്കാം. പിന്നെയും ഫുള്ളാകുന്നേരം ഇങ്ങനെ ഒന്നുകൂടി ചെയ്താൽ മതി. സംഭവം തിരിഞ്ഞിക്കോ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാണ് തോന്നിക്കേണ്ട ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. അത് ഉമ്മക്കൊരു ബൂസ്റ്റാണ്. ഇഷ്ടപ്പെട്ടിക്കേണ്ട ഒരു ലൈക്കും കൊടുത്തേക്കുന്നു. കാരണം പിന്നെ പ്രത്യേകം പറഞ്ഞു തരണോ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.